Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തത് ക്വാളിറ്റി മാനേജ്മെന്റ് സേഫ്റ്റി വരെ കംപ്ലീറ്റ് ആയല്ലേ? ഓക്കെ, നമ്മളിപ്പോ ഒരു കമ്പോണൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ കമ്പോണൻസ്. ഇതിലൊരു 9 കമ്പോണൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ആദ്യം അസസ് പറഞ്ഞു അല്ലെ? അസസ് ടു സർവീസ്, സർവീസിലേക്കുള്ള പ്രവേശനം. ദെൻ ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറയുമ്പോൾ സാങ്കേതിക കഴിവാണ് അല്ലെ? ആ ഒരു സ്ഥാപനത്തില് സർവീസ് കൊടുക്കുന്ന ജീവനക്കാരുടെ നോളജ്, സ്കില്ല് മുതലായ കാര്യങ്ങളാണ് ടെക്നിക്കൽ കോമ്പിറ്റൻസിൽ വരുന്നത്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താ? എല്ലാ ആളുകൾക്കും അല്ലെ തുല്യമായ എന്താണ് സമത്വത്തോടെ അല്ലെങ്കിൽ തുല്യമായ രീതിയിൽ നല്ല ഗുണനിലവാരമുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇക്വിറ്റി. ദെൻ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഫലപ്രാപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അല്ലെ? നെക്സ്റ്റ് എന്താണ്? എഫിഷ്യൻസി, കാര്യക്ഷമത എന്ന് പറയുമ്പോൾ എന്താ? അവിടെ നല്ലൊരു വളരെ കുറഞ്ഞ ചിലവില് എന്നാൽ ഉയർന്ന നിലവാരമുള്ള പരിചരണമായിരിക്കണം കൊടുക്കേണ്ടത് അല്ലെ? അതാണ് എഫിഷ്യൻസി. അവിടെയുള്ള എല്ലാ വിഭവങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗിച്ച് വിഭവങ്ങൾ പാഴാക്കുന്നത് ഒഴിവാക്കി നല്ല രീതിയിലൊരു നല്ല എന്താണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല കാര്യക്ഷമമായിട്ടുള്ള ഫലപ്രദമായ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. ദെൻ കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ അത് തുടർച്ചയാണ് അല്ലെ? ഓരോ ട്രീറ്റ്മെന്റിന്റെയും അവരുടെ പിന്തുടർച്ച അല്ലെങ്കിൽ തുടർ പരിചരണം നൽകുന്നതാണ് കണ്ടിന്യൂറ്റിയിൽ വരുന്നത്. ദെൻ സേഫ്റ്റി എന്ന് പറയുമ്പോൾ എന്താ? സുരക്ഷയാണ് അല്ലെ? സേഫ്റ്റിയിൽ അവിടെ വരുന്ന പേഷ്യൻസിനാണെങ്കിലും അവിടുത്തെ ജീവനക്കാർക്കാണെങ്കിലും വളരെ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആ ഒരു കൊടുക്കുന്ന കെയർ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് വഴി അവർക്ക് ഡിസീസ് കുറവാ വരാൻ പാടുള്ളൂ, ഇൻഫെക്ഷൻസ് കുറവാണ് വരാൻ പാടുള്ളൂ അല്ലെ? ദെൻ എന്താ? മറ്റു പരിക്കുകള്, അതുപോലെ മറ്റു ഹാർംഫുൾ ആയിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ്, മറ്റെന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങള് മുതലായവ വളരെ കുറച്ച് മാത്രമേ വരാൻ പാടുള്ളൂ. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? അൺസെക്യൂർഡ് ആയിട്ടുള്ള ബ്ലഡ് അല്ലെ? സുരക്ഷിതമല്ലാത്ത രക്തം പേഷ്യൻസിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് HIV അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിതരാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള അൺസെക്യൂർഡ് ആയിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത രക്തം പേഷ്യൻസിന് കൊടുക്കാതിരിക്കുക. അതുവഴി അവർക്ക് HIV AIDS പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നതിനെ തടയാനും സാധിക്കും. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ട്. ഓക്കെ അല്ലേ? ഇത് ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്. 8th വൺ ആണ്, 8th കമ്പോണന്റ് ആണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ അല്ലെ? ഇവിടെ ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറയുമ്പോൾ ഇത് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് നോക്കിയേ. ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ us and our clients and communities, between health managers and their staff. ഇവിടെ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ us. us എന്ന് പറഞ്ഞാൽ ആരവിടെ? ആ ഒരു സ്ഥാപനം അല്ലെ? ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനത്തെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു സ്ഥാപനവും അവരുടെ ക്ലയന്റ് അതുപോലെ അവരുടെ കമ്മ്യൂണിറ്റി അല്ലെ? ആ ഒരു സമൂഹവും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ബിറ്റ്വീൻ ഹെൽത്ത് മാനേജേഴ്സ് ആൻഡ് ദെയർ സ്റ്റാഫ്, അവിടെ ജോലി ചെയ്യുന്ന ഹെൽത്ത് മാനേജേഴ്സും അവരുടെ കീഴിൽ വരുന്ന സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇതിനെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻ അല്ലെങ്കിൽ വ്യക്തിബന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ റിലേഷൻഷിപ്പ് ആണ്. ഇവിടെ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? ആ ഒരു സ്ഥാപനവും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ക്ലയന്റുകള്, ഉപഭോക്താക്കൾ അല്ലെങ്കിൽ പേഷ്യൻസ്, അതുപോലെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഹെൽത്ത് മാനേജേഴ്സും അവരുടെ കീഴിൽ വരുന്ന ജീവനക്കാര്, സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then we should show respect to our clients. ഈ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തായിരിക്കണം ചെയ്യേണ്ടത്? We should show respect to our clients. ഒരു സ്ഥാപനത്തിൽ, ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് വരുമ്പോ അവരോട് എന്ത് കാണിക്കണം? ബഹുമാനം കാണിക്കണം
അല്ലെ? ആൻഡ് ഫീൽ ഫോർ അവർ പേഷ്യൻസ്, ആ പേഷ്യൻസിന്റെ അവസ്ഥ എന്താണോ അത് മനസ്സിലാക്കി അവരോട് സഹാനുഭൂതിയോടുകൂടി അല്ലെങ്കിൽ എന്താ ഒരു അനുകമ്പയോടുകൂടി പെരുമാറുക. ആൻഡ് നോട്ട് ബി റൂഡ് ഓർ ഷൗട്ട് അറ്റ് ദം, എന്താ അതുപോലെ പരുഷമായി പെരുമാറാതെ, അതുപോലെ എന്താണ് ഷൗട്ട് ചെയ്ത് ആക്രോശിച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കുക. ആൻഡ് നോട്ട് ട്രിവിയൽ ഇൻഫർമേഷൻ വി ഗെറ്റ് ഫ്രം പേഷ്യൻസ് ടു അതർ പീപ്പിൾ, അതുപോലെ അവിടെ വരുന്ന പേഷ്യൻസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങള് മറ്റുള്ള ആളുകളോട് എന്ത് ചെയ്യാതിരിക്കുക, വെളിപ്പെടുത്താതെ ഇരിക്കുക. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങള് അതായത് നല്ലൊരു ബഹുമാനത്തോടു കൂടി സംസാരിക്കുക, അവരുടെ ആ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ അനുകമ്പയോടുകൂടി അവരെ പെരുമാറുക, അതുപോലെ പരുഷമായി പെരുമാറാതിരിക്കുക, ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക, അവരിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഇൻഫർമേഷൻസ് മറ്റാരോടും വെളിപ്പെടുത്താതെയും ഇരിക്കുന്നതിലൂടെ this will give rise to good relations and trust between the clients or communities and us. അല്ലെ? അങ്ങനെ ആ ഒരു സ്ഥാപനം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ആ ഒരു സ്ഥാപനത്തോട് നമുക്ക് എന്താ തോന്നുക, ഒരു ട്രസ്റ്റ് അല്ലെ, ഒരു വിശ്വാസവും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും ഇതുവഴി സാധിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. This will give rise to good relations and trust between the clients or communities and us. അല്ലെ? ആ ഒരു സ്ഥാപനവും അവരുടെ ക്ലയൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ആ ഒരു സ്ഥാപനം നല്ല രീതിയിൽ ചെയ്തത് കൊണ്ട് തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ നല്ലൊരു വിശ്വാസവും നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. And clients regard good interpersonal relationship as an important feature of quality of care. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങള് നിലനിർത്തുക എന്നുള്ളത്. ക്ലയൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധം നിലനിർത്തുക എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പരിചരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. എന്താണ് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറയുന്നത്? ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറയുമ്പോൾ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? ആ ഒരു സ്ഥാപനവും അവരുടെ ക്ലയന്റ് കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അത് കൂടാതെ ആ ഒരു സ്ഥാപനത്തിലെ ഹെൽത്ത് മാനേജറും അവരുടെ കീഴിൽ വരുന്ന സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുന്നത്. നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാര് അവിടെ വരുന്ന ക്ലയൻസിനോട് അല്ലെങ്കിൽ പേഷ്യൻസിനോട് വളരെ ബഹുമാനപൂർവ്വം സംസാരിക്കണം, അല്ലെ, അല്ലെങ്കിൽ പെരുമാറണം. ആൻഡ് ഫീൽ ഫോർ അവർ പേഷ്യൻസ്, ആ രോഗികളുടെ അവസ്ഥ എന്താണോ അത് മനസ്സിലാക്കി അവരോട് സഹാനുഭൂതി അതുപോലെ അനുകമ്പയോടുകൂടി പെരുമാറണം. ആൻഡ് പരുഷമായൊന്നും പെരുമാറരുത്, അതുപോലെ മോശമായ രീതിയിൽ മറ്റ് ഷൗട്ട് ചെയ്യുന്ന രീതിയിലൊന്നും സംസാരിക്കാതെ ഇരിക്കുക. ആൻഡ് അവരിൽ നിന്ന് ലഭിക്കുന്ന ഓരോ ഇൻഫർമേഷൻസും മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പേഷ്യൻസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങള് മറ്റുള്ളവരോട് വെളിപ്പെടുത്താതെ ഇരിക്കുന്നതിലൂടെ ആ ഒരു സ്ഥാപനവും ആ ക്ലയൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പും നല്ലൊരു വിശ്വാസവും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുവഴി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു പരിചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ക്ലയൻസുമായിട്ട് നല്ലൊരു വ്യക്തിബന്ധം സ്ഥാപിക്കുക എന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ലാസ്റ്റ് 9th one ആണ് അമ്യൂണിറ്റീസ്. എന്താണ് അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല്? സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റികളെയാണ് അമ്യൂണിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കിയേ, അമ്യൂണിറ്റീസ്, these are features that can be given by our health facilities to make life smooth and pleasant for clients. അവിടെ വരുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ക്ലയന്റ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ലൈഫ് സ്മൂത്ത് ആൻഡ് പ്ലസന്റ് ആക്കാൻ, അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ക്ലയൻസിന്റെ ജീവിതം സുഗമവും സുഖപ്രദവുമാക്കാൻ വേണ്ടിയിട്ട് അല്ലെ അവർക്ക് നൽകുന്ന ആരോഗ്യ സൗകര്യങ്ങളെയാണ് അമ്യൂണിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല്? സൗകര്യങ്ങളാണ്. എന്തിനു വേണ്ടി ആ സൗകര്യങ്ങൾ നൽകുന്നത്? അവര് വരുന്ന എന്താണ് പേഷ്യൻസ് അല്ലെങ്കിൽ ക്ലയന്റുകൾക്കാണ് നമ്മൾ ആ സൗകര്യം കൊടുക്കുന്നത്, അല്ലെ. അത് അവരുടെ ലൈഫ് സ്മൂത്ത് ആൻഡ് പ്ലസന്റ് ആയി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ വരുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ക്ലയൻസിന്റെ ജീവിതം സുഗമവും സുഖപ്രദവുമായി കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നൽകുന്ന ഹെൽത്ത് ഫെസിലിറ്റി അല്ലെങ്കിൽ ആരോഗ്യ സൗകര്യങ്ങളെയാണ്
amenities എന്ന് പറയുന്നത്. Then they contribute the client's contentment and make clients ready to use our services. ഇനി എന്താണ് contentment എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി അല്ലെ. നോക്കിയേ അവിടെ ഈ പറയുന്ന സൗകര്യങ്ങൾ, നല്ലൊരു സൗകര്യം നൽകുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ആ സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ എന്താ, നമ്മളാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, ആ ഹോസ്പിറ്റലിൽ നല്ല ഫെസിലിറ്റികളാണ് തരുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്തായി, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി അല്ലെ. ആ ഒരു സൗകര്യത്തിൽ നമ്മൾ തരുന്ന ഫെസിലിറ്റികളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, അതേ ആ ഒരു സർവീസ് തന്നെ പിന്നെയും എന്ത് ചെയ്യും, ഉപയോഗിക്കാനായിട്ട് തീരുമാനമെടുക്കും അല്ലെ. അതാണ് അവിടെ പറയുന്നത്. They contribute to clients' contentment. ഇങ്ങനെയുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ സർവീസുകൾ ഒത്തിരി അധികം ഫെസിലിറ്റിയിൽ സൗകര്യങ്ങൾ കൊടുക്കുന്നത് വഴി അവരെന്ത് ചെയ്യുന്നു, സംതൃപ്തരാവുകയും and make clients ready to use our services. പിന്നെയും ആ പറയുന്ന സേവനങ്ങൾ ഉപയോഗിക്കാനായിട്ട് അവര് തയ്യാറാവുകയും ചെയ്യുന്നു അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ ഒരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് നല്ല സർവീസും ഫെസിലിറ്റിയും ഒക്കെയാണ് അവർ തരുന്നതെങ്കിൽ നമ്മൾ പിന്നെയും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയാൽ പിന്നെയും നമ്മൾ ആ ഒരു ആശുപത്രി തന്നെയല്ലേ പിന്നെയും തിരഞ്ഞെടുക്കാം അല്ലെ. മറ്റു സർവീസുകൾക്ക് വേണ്ടി നമ്മൾ ആ ഒരു ആശുപത്രി തന്നെയായിരിക്കും സെലക്ട് ചെയ്യുക അല്ലെ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. For example, comfortable seats, television sets, music, educational materials, educative video films, etc. at the OPD and the wards. ഇനി ഇതിന്റെ എക്സാമ്പിൾ, ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, വാർഡുകൾ മുതലായിടങ്ങളിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകൾ കൊടുക്കുക, വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ക്ലയൻസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകൾ കൊടുക്കുക, ടെലിവിഷൻ സെറ്റ് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പൊ ഹോസ്പിറ്റലിൽ അടുത്തൊക്കെ പോയവരുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട്? അപ്പൊ അവിടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലും വാർഡുകളിലൊക്കെ ഇപ്പൊ പുതിയ ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടില്ലേ, ഇതുപോലെ TV അല്ലെ, ടെലിവിഷൻ ഫെസിലിറ്റികൾ ഉണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകൾ ഉണ്ട് അല്ലെ, ആ മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, എന്തെങ്കിലും ബ്രോഷേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കിൾസോ അങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് കാണാം. അല്ലെങ്കിൽ എന്താ, ടിവിയിൽ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഫിലിംസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രദർശിപ്പിക്കുന്നത് കാണാം. അപ്പൊ ഇതെല്ലാം എന്താണ്, ആ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സൗകര്യങ്ങളാണ് അല്ലെ, ഫെസിലിറ്റികളാണ്. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, പിന്നെയും ആ സർവീസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ പിന്നെയും വരുന്നു. അതാണ് അമ്യൂണിറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അത് 9th വൺ ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കമ്പോണൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട്, ഒരു 9 കമ്പോണൻസ് ഉണ്ടായിരുന്നു, ആ 9 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. എന്താണ്? ഗുണനിലവാരത്തിന്റെ കാഴ്ചപ്പാടുകൾ, പെർസ്പെക്റ്റീവ്സ്. നോക്കിയേ, health staff, health manager, clients and communities are all stakeholders in service delivery. എന്താണ്? ഹെൽത്ത് സ്റ്റാഫുകള്, ഹെൽത്ത് മാനേജേഴ്സ്, ക്ലയൻസ്, കമ്മ്യൂണിറ്റി മുതലായ എല്ലാവരും സേവന വിതരണങ്ങളിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് പങ്കാളികളാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സർവീസ് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളല്ലേ ഇവരെല്ലാവരും അല്ലെ, ഒരു സർവീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളല്ലേ. ഒരു ഹെൽത്ത് സ്റ്റാഫ് ആണെങ്കിലും ഒരു ഹെൽത്ത് മാനേജർ ആണെങ്കിലും അവിടുത്തെ ക്ലയൻസ് ആണെങ്കിലും അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്കല്ലേ നമ്മൾ ആ സർവീസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇവരെല്ലാവരും ആ ഒരു സർവീസിന്റെ ഭാഗമാണ് അല്ലെ, സർവീസിലെ പങ്കാളികളാണ്. Then each of these groups may hope for different things from health services. എന്താണ് ചോദിച്ചത്? പെർസ്പെക്റ്റീവ് ആണോ ഉദ്ദേശിച്ചത്? പെർസ്പെക്റ്റീവ് എന്നുള്ള വേർഡിനെയാണോ? കാഴ്ചപ്പാടുകൾ കേട്ടാ, കാഴ്ചപ്പാടുകൾ. പെർസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്. ആ വേർഡ് എവിടെയാണ് പെർസ്പെക്റ്റീവ് എന്നുള്ള വേർഡ്?
ഏത് പോയിന്റ് ആണ് റോസമ്മ ചോദിക്കുന്നത്? മിസ്സിന് ക്ലിയർ ആയില്ലല്ലോ. പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി എന്നല്ലേ, അതല്ലേ ചോദിച്ചത്? പ്രോസ്പെക്ട് ഓഫ് ക്വാളിറ്റിയോ? അത് ഏതാണ്? ഇതിൽ എവിടെയാണ് ആ ഒരു വേർഡ് ഉള്ളത്? നിങ്ങളുടെ കയ്യിൽ അങ്ങനെയാണോ കൊടുത്തിരിക്കുന്നേ? നിങ്ങളുടെ കയ്യിൽ നോട്ട്സിൽ തെറ്റായിട്ടാണോ കൊടുത്തിരിക്കുന്നേ? അല്ല. ഓക്കെ, ഇതിന്റെ സ്പെല്ലിംഗ് ഒന്ന് റോസമ്മ എഴുതിയെടുത്തേ. പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി എന്നതിന്റെ സ്പെല്ലിംഗ് ഒന്ന് ഞാൻ നോട്ട് ചെയ്ത് ഈ നോട്ടിൽ, ഈ ഒരു നോട്ടിൽ നോക്കിയിട്ട്. നോട്ട്സ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നോട്ട്സ് നോക്കി ക്ലിയർ ചെയ്യാം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോട്ട്സ് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇതിൽ പെർസ്പെക്റ്റീവ് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. നോട്ട്സ് ക്ലിയർ ചെയ്യാം കേട്ടോ, നോട്ട്സിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, നോക്കാം ഇവിടെ. Each of these groups may hope for different things from health services. ഇപ്പൊ ഇവിടെ ഒരു ഹെൽത്ത് സ്റ്റാഫ് ആവാം, ഹെൽത്ത് മാനേജർ ആവാം, ക്ലയന്റ്, കമ്മ്യൂണിറ്റി മുതലായ എല്ലാവരും നമ്മൾ പറഞ്ഞു ഒരു സർവീസിന്റെ ഭാഗമാണ് അല്ലെ. ആ സർവീസിന്റെ ഭാഗമാവുമ്പോ ഓരോരുത്തരും എന്താണ് മീനിങ്? അതാണ് പറഞ്ഞത്. പെർസ്പെക്റ്റീവിന്റെ മീനിങ് എന്താ? കാഴ്ചപ്പാടുകൾ. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? മനസ്സിലായോ? നോക്കി ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ. എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ എന്ന് ശ്രദ്ധിക്കാം. നോക്കി, എന്താണ് പെർസ്പെക്റ്റീവ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇപ്പൊ ഈ പറയുന്ന എല്ലാവരും നമ്മൾ പറഞ്ഞു അതൊരു സർവീസിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അല്ലെ. ആ സർവീസ് ഒരു പേഷ്യന്റിന്റെ കാഴ്ചപ്പാടായിരിക്കില്ല ഒരു ഹെൽത്ത് സ്റ്റാഫിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അല്ലെ. ആ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താ? ആ ഒരു സർവീസ് വേണ്ട ആളാണ് അല്ലെ. സർവീസ് കൊടുക്കുന്ന ആളുകൾ ആരാണ്? ഹെൽത്ത് സ്റ്റാഫ് ആയിക്കോട്ടെ, ഹെൽത്ത് മാനേജേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ സർവീസ് കൊടുക്കുന്ന ആളുകളാണ് അല്ലെ. അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. ആ സർവീസ് സ്വീകരിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? പേഷ്യന്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അല്ലെ, ക്ലയന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ആ ഒരു കാഴ്ചപ്പാട് നല്ലൊരു ക്വാളിറ്റി സർവീസുമായി ബന്ധപ്പെട്ട് ഇവരുടെ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും അല്ലെ. അതാണ് ഈച്ച് ഓഫ് ദിസ് ഗ്രൂപ്പ്. ഈ പറയുന്ന എല്ലാ വിഭാഗവും ഒരു ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോ അവരുടെ കാഴ്ചപ്പാടുകൾ അവർ വ്യത്യസ്തമായിട്ടായിരിക്കും അവരതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. ഒരു പേഷ്യന്റ് ചിന്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് എന്താണോ ആവശ്യം അതേപോലെയുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കില്ല ഒരു ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിനുള്ളത്. അത് നിങ്ങൾക്ക് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് നോക്കി, നമ്മൾ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. The research done in different parts of the country reveals that our patients or clients require services that are delivered on time by friendly and respectful staff, and that safe, generate positive result, and that they can afford provide them with sufficient information about their condition and treatment, provide them with all the drugs they require, give privacy and within their reach, that is distance, and given in a language they can understand. എന്താ ഇവിടെ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റുകളുടെ കാഴ്ചപ്പാടാണ് പറയുന്നത്. ഒരു സർവീസ്, ഒരു നല്ല ക്വാളിറ്റിയുള്ള സർവീസ് എന്താണെന്ന് പേഷ്യൻസ് എങ്ങനെയാണ് അത് ചിന്തിക്കുന്നത്? റിസർച്ച് ഡൺ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലെയും ഗവേഷണങ്ങൾ നടത്തുന്നതിലൂടെ റിവീൽ ചെയ്തത് അല്ലെങ്കിൽ വെളിപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. പേഷ്യൻസിന് അല്ലെങ്കിൽ ക്ലയന്റ്സിന് എങ്ങനെയുള്ള സേവനമാണ് ആവശ്യമായി വരുന്നത് എന്നാ പറയുന്നത്? ഡെലിവേർഡ് ഓൺ ടൈം. നമ്മളെ പറ്റി ചിന്തിച്ചാൽ മതി. നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അവര് നൽകുന്ന സർവീസ് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? നമ്മൾ ഓൾറെഡി ചിന്തിക്കും അല്ലെ. നോക്കി, ഡെലിവേർഡ് ഓൺ ടൈം. കൃത്യസമയത്ത് ആ സർവീസ് നൽകണം, അവർ നമുക്ക് തരണം എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? ഉണ്ടോ? ഒരു പേഷ്യന്റ് എന്ന നിലയിൽ നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ ആ സർവീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ലേ? ആണോ? കൃത്യസമയത്ത് ആ ഒരു സർവീസ് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടണമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലെ. ഒരുപാട് സമയമൊന്നും നമുക്ക് വേസ്റ്റ് ആക്കാതെ ഉടനടി നമുക്ക് ആ ഒരു സർവീസ് ലഭ്യമാക്കണം. And
by friendly and respectful staff അല്ലെ. അതുപോലെ അവിടുത്തെ ജീവനക്കാർ എങ്ങനെയായിരിക്കണം? വളരെ സൗഹൃദപരമായിട്ടും മാന്യമായിട്ടും നമ്മളോട് പെരുമാറണമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ഇല്ലേ? അത് സേഫ്, അതുപോലെ ഒരു സുരക്ഷിതമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരിക്കണമെന്ന് ചിന്തിക്കാറുണ്ട് ഇല്ലേ? ആൻഡ് ജനറലി പോസിറ്റീവ് റിസൾട്ട് അവർ തരുന്ന ആ ഒരു കെയർ വഴി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വഴി നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഫലമായിരിക്കണം ഉണ്ടാവേണ്ടത് അല്ലെ. They can afford ഇനി തരുന്ന സർവീസുകൾ എപ്പോഴും വരുന്ന പേഷ്യൻസിന് താങ്ങാൻ പറ്റുന്നതായിരിക്കണം അല്ലെ. ആൻഡ് പ്രൊവൈഡ് them with sufficient information about their condition and treatment. ഇപ്പോൾ നിലവിൽ ആ ഒരു പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതി എന്താണ്, അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സകളാണ് നൽകിയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് മതിയായ ഇൻഫർമേഷൻസ് അവർക്ക് നൽകണം. എന്താണ്? Provide them with all the drugs they require. അവർക്ക് ആവശ്യമായ മരുന്നുകൾ നൽകുക. And give privacy, അവർക്ക് സ്വകാര്യത നൽകുക. And within their reach, that is distance, അതായത് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ദൂരത്തിലായിരിക്കണം ഈ സർവീസ് നൽകേണ്ടത്. And given in a language they can understand. ഇനി ഈ ഒരു സർവീസ് നൽകുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കണം ആ ഒരു സർവീസ് നൽകേണ്ടതും. അതാണ് ആ പേഷ്യന്റിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു ക്വാളിറ്റി സർവീസിനെ കുറിച്ചുള്ള പേഷ്യന്റിന്റെ കാഴ്ചപ്പാടാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു പേഷ്യന്റ് ആ ഒരു നല്ല ക്വാളിറ്റി സർവീസിനെ എങ്ങനെയാ കാണുന്നത്? എന്തായിട്ടാണ് കാണുന്നത്? അവർക്ക് നല്ല രീതിയിലുള്ള സർവീസ് കൃത്യസമയത്ത് കിട്ടണം എന്നുള്ളതാണ്. അതുപോലെ അവിടുത്തെ ഓരോ ജീവനക്കാരും വളരെ സൗഹൃദപരമായിട്ടും മാന്യമായിട്ടും പേഷ്യന്റിനോട് പെരുമാറിയിരിക്കണം. നല്ല സുരക്ഷിതമായ ഒരു അന്തരീക്ഷം അവർക്ക് നൽകണം. അതുപോലെ അവിടെ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ആണെങ്കിലും കെയറുകൾ വഴിയും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫലമായിരിക്കണം അവർക്ക് ഉണ്ടാവേണ്ടത്. അതുപോലെ എല്ലാ പറയുന്ന ഈ സർവീസ് എല്ലാം അവർക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള മരുന്നുകൾ കൊടുക്കണം. എന്താ അവരുടെ നിലവിൽ അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, അവർക്ക് എന്തൊക്കെ ചികിത്സകളാണ് കൊടുക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അവർക്ക് മതിയായ ഇൻഫർമേഷൻസ് അവർക്ക് നൽകണം. അതുപോലെ ഈ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്തിലും അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലുമായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ആ ഒരു പേഷ്യന്റിന്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത്. ആ ഒരു നല്ല ക്വാളിറ്റി സർവീസിനോടുള്ള പേഷ്യന്റിന്റെ കാഴ്ചപ്പാട് നമ്മൾ ഒരു പേഷ്യന്റ് ആയി നിൽക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇത് പേഷ്യന്റ് ഓഫ് ക്ലയന്റിന്റെ പെർസ്പെക്റ്റീവ് എന്താന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, ദ ഹെൽത്ത് സ്റ്റാഫ് ഓർ ഹെൽത്ത് പ്രൊവൈഡർ എന്നാക്കാട്ടെ. ദ ഹെൽത്ത് സ്റ്റാഫ് ഓർ ഹെൽത്ത് പ്രൊവൈഡർ കേട്ടാ, രണ്ടും ഒരു വ്യക്തി തന്നെയാണ്. Okay, the health provider can provide quality care if he or she has. ഇനി ഒരു ഹെൽത്ത് പ്രൊവൈഡർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സ്റ്റാഫിന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് നൽകാൻ കഴിയും അല്ലെ. നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇവർ വഴിയാണ് നമുക്ക് ആ ഒരു സർവീസ് ലഭ്യമാകുന്നത് അല്ലെ. ഇവർ വഴിയാണ് നമുക്ക് ആ സർവീസ് കിട്ടുന്നത്. അപ്പൊ ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് ഇവർക്ക് നൽകാൻ കഴിയും. അത് എങ്ങനെയുള്ളപ്പോഴാണ് അവർക്ക് നൽകാൻ കഴിയുന്നത്? The sufficient knowledge and skills. ഈ പറയുന്ന ഹെൽത്ത് സ്റ്റാഫിന് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡറിന് മതിയായ അറിവും വൈദഗ്ധ്യവും ആ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കും. വേണ്ടേ? Adequate resources, staff, drugs, supplies, equipment and transport, etc. അതുപോലെ മതിയായ വിഭവങ്ങൾ ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. നല്ല സർവീസ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ വേണം, അതിനാവശ്യമായ മരുന്നുകൾ വേണം, മറ്റു സാധനങ്ങൾ വേണം, ഉപകരണങ്ങൾ വേണം. അതുപോലെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റികൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള മതിയായ എല്ലാ വിഭവങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ആൻഡ് സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്. ഈ പറയുന്ന ഹെൽത്ത് സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡേഴ്സിന് ജോലി ചെയ്യുന്ന ഇടം എപ്പോഴും എങ്ങനെയായിരിക്കണം? വളരെ സുരക്ഷിതവും വൃത്തിയുള്ളതുമായ ഒരു ജോലി സ്ഥലം നൽകണം. ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഫോർ ഹെർസെൽഫ്. എന്താ? അവർക്ക് സ്വയം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ നൽകുക.
അതിന് അവർക്ക് എന്ത് ചെയ്യുക, ഇൻ സർവീസ് പ്രോഗ്രാമുകൾ, അവരുടെ ജോലി നിലവിൽ അവർക്ക് എന്ത് ചെയ്യുക, ട്രെയിനിങ് സെക്ഷൻസ്, വർക്ക്ഷോപ്പ് മുതലായ കാര്യങ്ങളിലൊക്കെ അവരെ ഉൾപ്പെടുത്തി അവരെ സ്വയം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ അവർക്ക് നൽകുക. ആൻഡ് ഈസ് വെൽ പെയ്ഡ് ആൻഡ് റിവാർഡ് ഫോർ ഗുഡ് വർക്ക്. നല്ല ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലവും എന്താണ് റിവാർഡ് എന്ന് പറഞ്ഞാൽ പാരിതോഷികങ്ങളും നൽകുക. പ്രതിഫലം കൊടുക്കണം. അത് കൂടാതെ അവർ നല്ല മികച്ച രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യുക, പാരിതോഷികങ്ങൾ, ചിലപ്പോൾ പണമാവണം എന്നില്ല, മറ്റെന്തെങ്കിലും രീതിയിൽ അവർക്ക് പാരിതോഷികങ്ങൾക്ക് കൊടുക്കുന്ന വഴി എന്താ, മറ്റൊരു ആളുകളും എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു റിവാർഡ് ഒക്കെ കിട്ടുമ്പോൾ നമുക്കാണെങ്കിലും അങ്ങനെയല്ലേ, ഒരാൾക്ക് അങ്ങനെ ഒരു റിവാർഡ് കിട്ടി, നമ്മളാണ് അവിടെ കൂടെ ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെക്കാളും മികച്ചതായിട്ട് ചെയ്യാനായിട്ട് മറ്റുള്ള ആളുകള് തയ്യാറാക്കും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊവൈഡറുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടാണ് ആ ഒരു ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ കാഴ്ചപ്പാടാണ്, ഹെൽത്ത് സ്റ്റാഫിന്റെ ഹെൽത്ത് പ്രൊവൈഡറുടെ കാഴ്ചപ്പാടാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നല്ലൊരു ക്വാളിറ്റി സർവീസ് അവർക്ക് കൊടുക്കാൻ കഴിയും. അങ്ങനെ എപ്പോഴാണ് കൊടുക്കാൻ കഴിയുന്നത്, അങ്ങനെ ഒരു ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ കഴിയുന്നത് എപ്പോഴാ, അവർക്ക് അതിനാവശ്യമായിട്ടുള്ള നോളജും സ്കില്ലും ഉണ്ടായിരിക്കണം അല്ലെ, അറിവും വൈദഗ്ധ്യവും ഉള്ളവരായിരിക്കണം. അതുകൂടാതെ ആവശ്യമായിട്ടുള്ള മതിയായ വിഭവങ്ങൾ അവിടെ ഉണ്ടാവണം. ആവശ്യമായ സ്റ്റാഫുകൾ, മതിയായ സ്റ്റാഫുകൾ വേണം, അതുപോലെ മരുന്നുകൾ വേണം, മറ്റ് സാധനങ്ങൾ വേണം, ഉപകരണങ്ങൾ വേണം, ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റികൾ മുതലായ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ അവർക്ക് എപ്പോഴും നന്നായി വർക്ക് ചെയ്യാനായിട്ട് വളരെ സുരക്ഷിതമായിട്ടും വൃത്തിയുള്ളതുമായ ഒരു ജോലി സ്ഥലം കൊടുക്കണം. An opportunity to frequently improve himself or himself എന്ന് പറയുന്നത് അവർക്ക് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം നൽകുക. And is well paid and rewarded for good work. നല്ല രീതിയിൽ അവർ ജോലി ചെയ്താൽ അതിനനുസരിച്ചുള്ള പ്രതിഫലവും അതുപോലെ പാരിതോഷികങ്ങളും നൽകി എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആ ഒരു മികച്ച ഒരു ചെയ്യുന്ന ജോലി കുറച്ചും കൂടി മികച്ചതാക്കി ചെയ്യാനായിട്ട് അവർക്ക് അതൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ഹെൽത്ത് കെയർ സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എങ്ങനെയാണ് ഒരു ക്വാളിറ്റി സർവീസിനെ കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? അത് സെക്കൻഡ് വൺ ഓക്കെ ആണോ? ഓക്കെ. തേർഡ് വൺ നോക്കി, ദ ഹെൽത്ത് കെയർ മാനേജർ. എന്താണ് നവ്യ? നമുക്ക് എന്താണ് ഡൗട്ട്സ് ആണോ? റിപ്പീറ്റ് ചെയ്യണോ? ഏതാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? സെക്കൻഡ് വൺ ആണോ? സെക്കൻഡ് വൺ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇവിടെ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അവരാണ് നമുക്ക് ആ സർവീസ് നൽകുന്ന ആളുകളല്ലേ, അവരിലൂടെയല്ലേ നമുക്ക് ആ സർവീസുകൾ കിട്ടുന്നത് അല്ലെ, ആ സ്റ്റാഫാണ് അവര് അല്ലെ, അവരുടെ ജീവനക്കാരൻ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, നല്ലൊരു ക്വാളിറ്റി സർവീസ് അല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യ പരിചരണം, ഗുണനിലവാരമുള്ള ഒരു പരിചരണം അവർക്ക് നൽകാൻ കഴിയും. അത് എങ്ങനെയുള്ളപ്പോഴാണ് അവർക്ക് നൽകാൻ കഴിയുന്നത്? അവർക്ക് മതിയായ നോളജും സ്കില്ലും വേണം അല്ലെ, അങ്ങനെയുള്ളവർക്കല്ലേ നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവിടെ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളും ആ ഒരു സ്ഥാപനത്തിൽ വേണം, മതിയായ ആ സർവീസ് കൊടുക്കാൻ ആവശ്യമുള്ള ജീവനക്കാര് വേണം, മരുന്നുകൾ വേണം, മറ്റു സാധനങ്ങള്, ഉപകരണങ്ങള്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി മുതലായ എല്ലാ വിഭവങ്ങളും ആവശ്യത്തിന് അവിടെ ഉണ്ടായിരിക്കണം. എന്നാലല്ലേ നമുക്ക് നല്ലൊരു സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ആ ജീവനക്കാർ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് വളരെ സുരക്ഷിതമായതും വൃത്തിയുള്ള ഒരു ജോലി സ്ഥലം പ്രൊവൈഡ് ചെയ്യണം വേണ്ടേ. അതുപോലെ തന്നെ അവർക്ക് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം നൽകുക. അതായത് സർവീസ് പ്രോഗ്രാമുകൾ, അവർക്ക് ട്രെയിനിങ്ങുകള്, വർക്ക്ഷോപ്പുകള് മുതലായവയിലൂടെ അവരെ കടത്തിവിടുമ്പോൾ അവരുടെ നോളജും സ്കില്ലൊക്കെ അവർക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ അവർ സ്വയം അവർക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം നൽകുക. അതുപോലെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള പ്രതിഫലവും റിവാർഡ് പാരിതോഷികങ്ങളും കൊടുക്കുന്നതിലൂടെ കുറച്ചുകൂടി നല്ല മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം നൽകുക കൂടിയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സെക്കൻഡ് വൺ നമുക്ക് ക്ലിയർ ആയോ? ഓക്കെ. തേർഡ് വൺ നോക്കിയേ, ദ ഹെൽത്ത് കെയർ മാനേജർ. ഒരു ഹെൽത്ത് കെയർ മാനേജറിന്റെ പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ദ ഹെൽത്ത് കെയർ മാനേജർ
considers quality care as managing efficiently the resources of the health facility, health staff attaining set targets, health staff being frequently supported and supervised, having ample and competent staff to provide care, staff being disciplined, providing necessary resources for work. ഒരു ഹെൽത്ത് കെയർ മാനേജറിന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ പറയുന്നത്. ഒരു ഹെൽത്ത് കെയർ മാനേജർ കൺസിഡർ ക്വാളിറ്റി ആസ് എന്താ ക്വാളിറ്റി കെയർ, ഒരു ഗുണനിലവാരമുള്ള പരിചരണം. അതെന്താണെന്നാണ് ഒരു ഹെൽത്ത് കെയർ മാനേജർ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ കണക്കാക്കുന്നത് എങ്ങനെയാ? ഒരു ക്വാളിറ്റി കെയർ എന്താണെന്ന് അവർ കണക്കാക്കുന്നത് ഒരു ഹെൽത്ത് കെയർ മാനേജർ നോക്കിയേ, മാനേജിങ് എഫിഷ്യൻലി. അപ്പൊ അവരവരുടെ ഓരോരുത്തരും അവരുടേതായ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലായിരിക്കും അതിനെ നോക്കിക്കാണുന്നത് അല്ലെ. പേഷ്യൻസ് ആവുമ്പോൾ അവർക്ക് നൽകുന്ന ലഭ്യമാകുന്ന സർവീസുമായി ബന്ധപ്പെട്ട രീതിയിലായിരിക്കും അവർ നോക്കിക്കാണുന്നത്. അപ്പൊ ഇവിടെ ഒരു ഹെൽത്ത് കെയർ മാനേജർ വരുമ്പോ അവരിതിനെ നോക്കിക്കാണുന്നത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട രീതിയിലാണ് അല്ലെ. നോക്കിയേ, മാനേജിങ് എഫിഷ്യൻലി ദ റിസോഴ്സസ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി. ആ ഒരു ആരോഗ്യ സ്ഥാപനത്തിലെ എല്ലാ സൗകര്യങ്ങളും അല്ലെ, മതിയായ വിഭവങ്ങളെല്ലാം കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യുക. അതൊന്നാമത്തെ കാര്യമാണ്. ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർഗറ്റ്സ്. ഹെൽത്ത് സ്റ്റാഫുകൾക്ക് കൊടുത്തിരിക്കുന്ന ലക്ഷ്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവര് പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഹെൽത്ത് സ്റ്റാഫ് ബീയിങ് ഫ്രീക്വന്റ്ലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്. അവിടെ ഹെൽത്ത് സ്റ്റാഫുകളെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, അവർക്ക് ആവശ്യമായ സപ്പോർട്ടുകൾ നൽകുക, മേൽനോട്ടങ്ങൾ വഹിക്കുക. ആൻഡ് ഹാവിംഗ് ആംബിൾ ആൻഡ് കോമ്പീറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ. നല്ല മതിയായ രീതിയിലുള്ള പരിചരണം കൊടുക്കാൻ ആവശ്യമായ കഴിവുള്ള ജീവനക്കാരുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആ സ്റ്റാഫ് ബീങ് ഡിസിപ്ലിൻഡ്, നല്ല അച്ചടക്കത്തോടെ ജീവനക്കാരെ അവിടെ നിലനിർത്തുക. ആൻഡ് പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്. ജോലി ചെയ്യാൻ ആവശ്യമായ വിഭവങ്ങള് എന്ത് ചെയ്യുക, ആവശ്യമായി വരുന്ന വിഭവങ്ങള് നൽകുകയും ചെയ്യുക. എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് കെയർ മാനേജറുടെ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ അവര് പരിഗണിക്കുന്ന എന്താ, നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കണമെങ്കിൽ ഹെൽത്ത് കെയർ മാനേജർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അവിടെയുള്ള ഹെൽത്ത് ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ആരോഗ്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഭവങ്ങളെല്ലാം വളരെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യണം. രണ്ടാമതായിട്ട് ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർഗറ്റ്സ്. അവരുടെ കീഴിലുള്ള ഹെൽത്ത് സ്റ്റാഫുകൾക്ക് കൊടുത്തിരിക്കുന്ന ലക്ഷ്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവര് പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ആൻഡ് ഹെൽത്ത് സ്റ്റാഫ് ബീയിങ് സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്. ഓരോ ഹെൽത്ത് സ്റ്റാഫുകൾക്കും ഇടയ്ക്കിടയ്ക്ക് ആവശ്യമായ സപ്പോർട്ടുകൾ നൽകുക. അതുപോലെ അവരെല്ലാ രീതിയിലും അവരെ സൂപ്പർവൈസ് ചെയ്യുക, അല്ലെങ്കിൽ മേൽനോട്ടം നൽകുക. ആൻഡ് ഹാവിംഗ് ആംബിൾ ആൻഡ് കോമ്പിറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ. മതിയായ പരിചരണം കൊടുക്കാൻ ആവശ്യമായ കഴിവുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാരുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് സ്റ്റാഫ് ബീങ് ഡിസിപ്ലിൻഡ്. സ്റ്റാഫുകൾ എല്ലാവരെയും നല്ല അച്ചടക്കത്തോടുകൂടി ഇവിടെ നിലനിർത്തുക. ആൻഡ് പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്. അവിടെ ജോലി ചെയ്യാൻ ആവശ്യമായ മതിയായ വിഭവങ്ങളില്ലെങ്കിൽ അത് നൽകുകയും ചെയ്യുക. ക്ലിയർ ആണോ? ദ ഹെൽത്ത് കെയർ മാനേജറുമായി ബന്ധപ്പെട്ട അവര് ഒരു ക്വാളിറ്റി കെയറുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്താണ് റിപ്ലൈ ഇല്ലാത്തെ? ഓക്കെ, നമ്മുടെ ആ ഒരു 3 പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റിയുടെ 3 ഭാഗവും കഴിഞ്ഞു കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. ഇനി നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ലാഭ പഠിച്ചതല്ലേ അല്ലെ? ലാഭ പഠിപ്പിച്ചതല്ലേ മിസ്? ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട 2 ഓർഗനൈസേഷൻസ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് JC. ഇതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. സെക്കൻഡ് വൺ ആണ് NAB എന്ന് പറയുന്നത്. 2 കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ പഠിക്കാനുണ്ട് കേട്ടോ. നമ്മൾ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പൊ അക്രഡിറ്റേഷൻ, ഇവിടെ ആദ്യം അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊരു സ്ഥാപനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞേ. എന്താണ് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുക എന്നുള്ളത്? എന്താണ് ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്? എന്താണ് പഠിച്ചത്? ഒരു അംഗീകാരം അല്ലെ? അതെന്താണ്? ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അംഗീകാരമാണ്, അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക അംഗീകാരം അല്ലെ? ഒരു ക്രെഡിറ്റ് കിട്ടുകയാണ് അവർക്ക്. അത് ഇങ്ങനെയാണ് അവർക്ക്. വെറുതെ ക്രെഡിറ്റ് കിട്ടുമോ? വെറുതെ കിട്ടുമോ ആ ഒരു ക്രെഡിറ്റ്?
അല്ലെങ്കിൽ അംഗീകാരം വെറുതെ കിട്ടോ? അതെങ്ങനെയാ കിട്ടുക? അതെന്തിന്റെ ബേസിസിലാണ് കിട്ടുക? നല്ല സർവീസ് അല്ലെ, അവരുടെ ആ ഒരു സർവീസിന്റെ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്? ക്രെഡിറ്റ് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ അംഗീകാരങ്ങൾ നൽകുന്നത് അല്ലെ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികപരമായിട്ട് അല്ലെ, ഔദ്യോഗികമായിട്ട് ഒരു അംഗീകാരം നൽകുന്ന പ്രവർത്തനത്തെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ, മാനദണ്ഡങ്ങള്. അവിടെ കൊടുത്തിരിക്കുന്ന കൃത്യമായ എല്ലാ മാനദണ്ഡങ്ങളും അവർ പാലിച്ചാൽ അല്ലെങ്കിൽ നിറവേറ്റിയാൽ അവർക്ക് എന്ത് ലഭിക്കും? അംഗീകാരം ലഭിക്കും അല്ലെ. അതല്ല അവർ എന്താണ് ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഒന്നും പാലിക്കുന്നില്ലെങ്കിൽ ആ അക്രഡിറ്റേഷൻ എന്ത് ചെയ്യും? ലഭിക്കുകയും ഇല്ല. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ് ഈ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് നോക്കിയേ. In which an entity is a process in which an entity എന്ന് പറയണ്ട ഇതൊരു സ്ഥാപനമാണ് അല്ലെ. അക്രഡിറ്റേഷൻ ഏജൻസികൾ ഇപ്പൊ JC ആയാലും NAB ആയാലും അതൊരു സ്ഥാപനമല്ലേ അല്ലെ. And separate and distinct from the healthcare organization normally non-governmental. നീ എന്താണ്? ഇതൊരു സാധാരണ നമ്മുടെ ഹോസ്പിറ്റലുകൾ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു നോൺ ഗവൺമെന്റൽ സ്ഥാപനമാണ് അക്രഡിറ്റേഷൻ ഏജൻസികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. 3 പോയിന്റ് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കി. അസസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ to decide if it meets a set of needs or standards, plan to improve the safety and quality of care. ഇനി എന്താണ് ഇവിടെ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നമ്മളൊരു ഹോസ്പിറ്റലിനെ മനസ്സിൽ വിചാരിച്ചാൽ മതി കേട്ടോ. ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഒരു ഹോസ്പിറ്റലിനെ ഇവിടെ അക്രഡിറ്റേഷൻ കൊടുക്കണം അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കണമെങ്കിൽ അവർ ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? വിലയിരുത്തണം അല്ലെ. വിലയിരുത്തി അവർ കൃത്യമായ സ്റ്റാൻഡേർഡുകള് നിറവേറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കും? അംഗീകാരം കൊടുക്കും അല്ലെ. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. Assess the healthcare organization to decide if it meets a set of standards, plan to improve the safety and quality of care. ഇങ്ങനെ ഒരു കൂട്ടം സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടിയാണ് സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നത്? പ്ലാൻ ടു ഇംപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. അവിടെ കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിന്റെ സുരക്ഷയും ഗുണനിലവാരവും മെച്ചപ്പെടുത്താൻ വേണ്ടി അല്ലെ, ആ ഒരു ക്വാളിറ്റി ഓഫ് കെയറും സേഫ്റ്റിയും ഒക്കെ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് കൊടുക്കുന്നത്? ഈ സ്റ്റാൻഡേർഡ്സ്, ഒരു കൂട്ടം സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അവർക്ക് നൽകുന്നത്. ആ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സ്ഥാപനം പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിറവേറ്റുന്നുണ്ടോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ആ സ്ഥാപനത്തെ എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ വിലയിരുത്തണം. ക്ലിയർ ആയോ? അത് ഫസ്റ്റ് വൺ ക്ലിയർ ആയോ? ഒരു NAB ആണെങ്കിലും ഏതൊരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന സ്ഥാപനമാണെങ്കിലും ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ വിലയിരുത്തണം. ഇവര് കൊടുത്തിരിക്കുന്ന ആ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്തിനു വേണ്ടിയാണ് ആ സ്റ്റാൻഡേർഡ്സ് കൊടുത്തിരിക്കുന്നത്? നല്ല ഗുണനിലവാരമുള്ള ഒരു പരിചരണം കൊടുക്കണം, സേഫ്റ്റി ഉറപ്പാക്കണം അല്ലെ. അതൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് ആ സ്ഥാപനം നിറവേറ്റുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ആ സ്ഥാപനത്തെ എന്ത് ചെയ്യുന്നു? NAB അല്ലെങ്കിൽ JCA പോലെയുള്ള അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യും? വിലയിരുത്തി പഠനങ്ങൾ നടത്തിയാണ് എന്ത് കൊടുക്കുന്നത്? അവർക്ക് അംഗീകാരം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. Then second point നോക്കി. Accreditation is usually voluntary. ഇനി എന്താ? അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് സാധാരണ സ്വമേധയാ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരിക്കലും ആരുടെയും പ്രേരണയോ റെക്കമെൻഡേഷനോ ഒന്നും വഴി നടത്തുന്ന ഒരു കാര്യമല്ല ഈ അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത്. അവർക്ക് കൊടുത്തിരിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ മാനദണ്ഡങ്ങൾ നിറവേറ്റുന്നുണ്ട്, പാലിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് എന്ത് കിട്ടും? അംഗീകാരം ലഭിക്കും. അല്ലാതെ ഒരാളുടെയും എന്താ റെക്കമെൻഡേഷനിലോ പ്രേരണയിലോ കിട്ടുന്ന ഒരു കാര്യം ഇതൊരു സ്വമേധ വോളണ്ടറി
നാച്ചുറൽ പ്രോസസ് ആണ്, സ്വമേധയാ നടക്കുന്ന ഒരു സാധാരണ പ്രക്രിയയാണ്. It has gained worldwide attention as an effective quality assessment and management tool. ഇനി എന്താ, ആ ഒരു ഫലപ്രദമായ നല്ല ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ ഈ ഒരു അക്രഡിറ്റേഷൻ ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുണ്ട് അല്ലെ. ഒരു അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താ, ഒരു പബ്ലിക് ഇമേജ്, ആ ഒരു സ്ഥാപനത്തിന്റെ പബ്ലിക് ഇമേജ് വളരെയധികം വർദ്ധിക്കും അല്ലെ. ലോകമെമ്പാടും ഒരു ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അക്രഡിറ്റേഷൻ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ ഒരു സ്ഥാപനം ശരിയായ രീതിയിൽ നല്ല രീതിയിലുള്ള ഫലപ്രദമായ ഒരു ഗുണനിലവാരം അവിടെ ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും ആ ഒരു അക്രഡിറ്റേഷൻ വഴി ഒരു വേൾഡ് വൈഡ് ആയിട്ട് രാജ്യമെമ്പാടും എന്താ ഒരു ശ്രദ്ധ നേടാൻ, ലോകമെമ്പാടും ഒരു ശ്രദ്ധ നേടാനായിട്ടും ഈ അക്രഡിറ്റേഷൻ വഴി ആ ഒരു സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ ആ ഒരു 3 പോയിന്റ്സ്? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സ്ഥാപനം, ആ ഒരു അക്രഡിറ്റേഷൻ അവർക്ക് കിട്ടി എങ്കിൽ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് അതുവഴി ഉണ്ടാവുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. എന്താണ് പബ്ലിക് ട്രസ്റ്റ്? പൊതുവിശ്വാസം മെച്ചപ്പെടുത്താൻ സാധിക്കും അല്ലെ. ആ ഒരു പബ്ലിക് ട്രസ്റ്റ് നമുക്കാണെങ്കിലും എന്താണ്, ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു വിശ്വാസം കൂടില്ലേ? കാരണം എന്താണ് ഹോസ്പിറ്റലോട് വിശ്വാസം കൂടുന്നത്? നമുക്കറിയാം അവിടെ അംഗീകാരം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അക്രഡിറ്റഡ് ആവണമെങ്കിൽ അവർക്ക് എപ്പോഴും അവരെങ്ങനെയാണ് കൃത്യമായ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പാലിച്ചത് കൊണ്ടാണ് അവർ അവിടെ കിട്ടിയിരിക്കുന്നത് അറിയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങള് പബ്ലിക്കിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു പബ്ലിക്കിന്റെ പൊതുവിശ്വാസം, ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം മെച്ചപ്പെടുത്താനായിട്ട് ഈ അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. വളരെ സുരക്ഷിതമായതും ഫലപ്രദമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം അവിടെയുള്ള ജീവനക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രദാനം ചെയ്യാൻ സാധിക്കും. ഈ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അവർ പറയുന്നുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പേഷ്യൻസിന്റെ സേഫ്റ്റി, അവരുടെ ഫാമിലി മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട റൈറ്റ്സ്, അതുപോലെ മറ്റ് അവരുടെ ജീവനക്കാരുടെ സുരക്ഷ മുതലായ എല്ലാ കാര്യങ്ങളും ആ സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരുടെയും സുരക്ഷിതമായിട്ടുള്ള അതുപോലെ ഫലപ്രദമായ ഒരു തൊഴിൽ അന്തരീക്ഷം അവിടെ പ്രദാനം ചെയ്യുന്നുണ്ട് അല്ലെ. അവർക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സേഫ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ആ ഒരു സ്ഥാപനം നൽകുന്നുണ്ട്. മൂന്നാമതായിട്ട് നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്. എന്താണ് നെഗോഷിയേറ്റ് ചെയ്യുക? എന്താണ് നെഗോഷിയേഷൻ? എന്താണ് നെഗോഷിയേഷൻ? നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് പഠിച്ചോ? നെഗോഷിയേഷൻ എന്താണ് ഒരു നെഗോഷിയേഷൻ? അറിയില്ല. ചർച്ചകൾ നടത്തുക അല്ലെ. ഇവിടെ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനം, ആ ഒരു സ്ഥാപനം മറ്റുള്ള ആളുകളുമായിട്ട് ചർച്ചകൾ നടത്തുമ്പോ അല്ലെ, പേയ്മെന്റ് സോഴ്സസുമായിട്ട് ചർച്ചകൾ നടത്തുമ്പോ ആ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ അല്ലെ. ഇവരുടെ ആ ഒരു റെപ്യൂട്ടേഷൻ കൂട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അവർക്ക് നല്ല നല്ല ആളുകളുമായിട്ട് ചർച്ചകൾ നടത്തി നല്ല നല്ല കരാറുകളിൽ ഏർപ്പെടാനായിട്ട് ഈ അക്രഡിറ്റേഷൻ വഴി സാധിക്കും. ക്ലിയർ ആയോ? നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ചർച്ച ചെയ്യുകയാണ്. ഈ ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് നല്ല നല്ല ആളുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താനും നല്ല നല്ല കരാറുകളിൽ ഏർപ്പെടാനും സാധിക്കുന്നു. Then listen to patients and their families, respect their rights and involve them in the care process as partners. ഇനി എന്താ, അവിടെ വരുന്ന പേഷ്യൻസ് ആണെങ്കിലും അവരുടെ ഫാമിലി ആണെങ്കിലും കൃത്യമായിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നത് ആ ഒരു എന്താണ് നാവാണെങ്കിലും ഏതൊരു ഓർഗനൈസേഷനെയും സ്റ്റാൻഡേർഡ്സിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസ് ആണെങ്കിലും അവരുടെ ഫാമിലി ആണെങ്കിലും ശരിയായ രീതിയിൽ അവരെ ലിസൺ ചെയ്യുക, അവർക്ക് ആവശ്യമായ ശ്രദ്ധ കൊടുക്കുക. അതുപോലെ അവരുടെ റൈറ്റ്സ് എന്താണ്, അവരുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുക, മാനിക്കുക. And involve them in the care process as partners.
ഇനി പരിചരണ പ്രക്രിയയിൽ ആവശ്യമായി വരികയാണെങ്കിൽ അവരെ കൂടി പങ്കാളികളാക്കാനും ഈ അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. നല്ലൊരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനമാകുമ്പോൾ അവരെല്ലാ സ്റ്റാൻഡേർഡ്സും മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അവിടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പേഷ്യൻസിന്റെയും ഫാമിലിയുടെയും റൈറ്റ്സ് ആണ്, അവരുടെ അവകാശങ്ങളാണ്. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസ് ആണെങ്കിലും അവരുടെ ഫാമിലീസിനോടും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മതിയായ ശ്രദ്ധ കൊടുക്കുകയും അവരുടെ അവകാശങ്ങൾ മാനിക്കുകയും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ചില ഹോസ്പിറ്റലിലൊക്കെ കുട്ടികളൊക്കെയാണ് അഡ്മിറ്റ് ആക്കുന്നതെങ്കിൽ ചിലർക്ക് അവരുടെ ഏറ്റവും അടുത്തുള്ള ആളുകളെ പരിചരിക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം അല്ലെ. നമ്മുടെ കുട്ടികളാണെങ്കിലും അഡ്മിറ്റ് ആയാലും എങ്ങനെയാ, അവരുടെ ഏറ്റവും കൂടുതൽ അവരെ അടുത്ത് നിർത്തി പരിചരിക്കാൻ നിർത്തുന്നത് അവരുടെ അമ്മമാരെ ആയിരിക്കും അല്ലെ. അവരുടെ അമ്മമാരെയല്ലേ കൂടുതൽ നിർത്തുന്നത്. അവിടുത്തെ സ്റ്റാഫിനേക്കാളും കുറച്ചും കൂടി ഫലപ്രദമായ ഒരു ചികിത്സ കൊടുക്കാനായിട്ട് സർവീസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്താണ്, അവരുടെ അമ്മമാർ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്തുള്ള ആരാണ്, ഏറ്റവും അടുത്ത ബന്ധമുള്ള ആരാണോ അവരെയാണ് നിർത്തുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നിർത്തുന്നതിലൂടെ ഉള്ള എന്താണ് ഗുണം എന്ന് പറയുന്നത്, അപ്പൊ അവരെയും കൂടി അതിൽ പങ്കാളികളാക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താ, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് കൊടുക്കാൻ പറ്റും അല്ലെ. അതുപോലെ ആ ഒരു കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി ഫലപ്രദമാക്കി കൊടുക്കാൻ പറ്റും അല്ലെ, കുറച്ചും കൂടി എഫക്റ്റീവ് ആയി മാറും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയും നമുക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു പ്രയോജനകരമായി വരുന്നുണ്ട്. അവിടെ വരുന്ന പേഷ്യൻസിനും അവരുടെ ഫാമിലികൾക്കും മതിയായ ശ്രദ്ധ കിട്ടുന്നുണ്ട്, അവരുടെ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങളെ മാനിക്കപ്പെടുന്നുണ്ട്. അതുപോലെ നല്ല സർവീസുകൾ കൊടുക്കാൻ വേണ്ടി ഇവരെ കൂടി ചിലപ്പോൾ എന്താണ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പരിചരണ പ്രക്രിയയിൽ പങ്കാളികളാക്കാറും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ജനറേറ്റീവ് കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. എന്താണ് ഒരു കൾച്ചർ, അതായത് പഠന വിധേയമാക്കുന്നതിന് വേണ്ടി ഒരു ഓപ്പൺ കൾച്ചർ, നല്ലൊരു ഓപ്പൺ കൾച്ചർ അല്ലെങ്കിൽ തുറന്ന സംസ്കാരം സൃഷ്ടിക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മള് ഓപ്പൺ ഡേ ഹൗസ് പഠിച്ചില്ലേ, പബ്ലിക് റിലേഷനില് പഠിച്ചിരുന്നോ, പഠിച്ചു അല്ലെ. ഇപ്പൊ ഓപ്പൺ ഡേ ഹൗസ് പോലെയുള്ള കാര്യങ്ങള് മുൻകാലയളവില് ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നോ, മുൻകാലങ്ങളിൽ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നോ, ഇല്ല അല്ലെ. ഇപ്പൊ മോഡേൺ ആയിട്ട് വന്നിരിക്കുന്ന കുറെ മാറ്റങ്ങളാണ് ഈ ഓപ്പൺ ഡേ ഹൗസുകൾ മുതലായി ഇവന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അതൊരു തുറന്ന കൾച്ചറാണ് അല്ലെ, ഒരു ഓപ്പൺ കൾച്ചറാണ്. എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, മുൻപ് നമുക്ക് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയി സന്ദർശിക്കാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം അന്നുണ്ടായിരുന്നില്ല അല്ലെ. അതേസമയം ഇപ്പൊ ഹോസ്പിറ്റലുകൾ എന്താണ് തുറന്നിട്ടിരിക്കുകയാണ്, ഒരു ഓപ്പൺ ആണ് അല്ലെ. ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു തുറന്ന കൾച്ചറാണ്. കാരണം എന്താ, നല്ലൊരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനം എന്ന് പറയുമ്പോൾ അവിടെ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല സ്റ്റാൻഡേർഡ് കൂടി അല്ലെങ്കിൽ നിലവാരത്തിലുള്ളവയാണ് അല്ലെ. അപ്പൊ അവിടെ പഠന വിധേയമാകാൻ ഈ ആളുകൾക്ക് നേരിട്ട് കണ്ട് ആ കാര്യങ്ങൾ പഠിക്കാനായിട്ടൊരു ഓപ്പൺ എന്ത് ചെയ്യണം, ഒരു ഓപ്പൺ കൾച്ചർ അവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അക്രഡിറ്റേഷൻ കിട്ടിയാൽ അതിനനുസരിച്ച് നമുക്ക് അറിയാം അവിടെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള ഒരു പരിചരണമാണ് കൊടുക്കുന്നത്. അപ്പൊ അതെപ്പോഴും അവിടെ എന്ത് ചെയ്യണം, അവിടെ മറ്റുള്ളവർക്ക് അത് വന്ന് കണ്ട് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു തുറന്ന സംസ്കാരം സൃഷ്ടിക്കാനായിട്ട് ഈ അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ, അത് ഓക്കെ ആണോ, മനസ്സിലായോ ആ പോയിന്റ് എന്താന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്? ഓക്കെ. Last point നോക്കി, establish collaborative leadership and continuous leadership. ഇനി എന്താ ഒരു collaborative leadership എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സഹകരണ മനോഭാവം അല്ലെ, ഒരു സഹകരണ നേതൃത്വം. നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സർവീസ് കൊടുക്കണമെങ്കിൽ അവിടെ ഒരു വ്യക്തി വിചാരിച്ചത് കൊണ്ട് അത് സാധിക്കില്ല അല്ലെ. ആ ഒരു സ്ഥാപനത്തിൽ എല്ലാവരും കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള നേതൃത്വം കൊടുത്താൽ മാത്രമേ അവിടെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സർവീസ് കൊടുക്കാൻ പറ്റൂ അല്ലെ. ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടിയത് കൊണ്ട് കാലാകാലങ്ങളോടും അവർ അക്രഡിറ്റേഷനിൽ നിലനിൽക്കില്ല അല്ലെ. അക്രഡിറ്റേഷൻ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് അവർ സ്റ്റാൻഡേർഡ് മാറ്റുന്നത് പുതുക്കുന്നതിന് പരിഷ്കരിക്കുന്നതിനനുസരിച്ച് ഇവർ എന്ത് ചെയ്യണം, ആ സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് പാലിച്ചു കൊണ്ടുപോയാൽ മാത്രമേ അവർക്ക് പിന്നെയും ആ ഒരു ക്രെഡിറ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ അംഗീകാരം കിട്ടുള്ളൂ അല്ലെ. അല്ലെങ്കിൽ അത് അവർക്ക് നഷ്ടമാവില്ലേ. നമ്മൾ പഠിച്ചതല്ലേ നിങ്ങള് അല്ലെ,
എപ്പോഴും ഒരാൾക്ക് ഒരു പ്രാവശ്യം ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടിയാൽ തുടർന്ന് എല്ലാ വർഷങ്ങളിലും അവർക്ക് അത് നല്ല രീതിയിൽ അത് ഫോളോ ചെയ്യണം അവർ, അല്ലെ? ഫോളോ ചെയ്താൽ മാത്രമേ അവർക്ക് അതിന്റെ പിന്നെയും ആ ഒരു അംഗീകാരം ലഭിക്കുകയുള്ളൂ. ഇവരെപ്പോഴും ആ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം? കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെ? ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ അവർക്ക് ആ ഒരു അംഗീകാരം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അവരെപ്പോഴും ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 2 ദിവസത്തേക്കോ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമില്ല. അവരെല്ലാവരും എന്ത് ചെയ്യണം? സഹകര മനോഭാവത്തോടു കൂടി നേതൃത്വത്തോടു കൂടി എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. ആ കണ്ടിന്യൂസ് ലീഡർഷിപ്പ്, അല്ലെ? കൺസിസ്റ്റന്റ് ആയിട്ടുള്ളതാണ്, തുടർച്ചയായ ഒരു നേതൃത്വമാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാനായിട്ട് ഈ അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ, പ്രയോജനങ്ങൾ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം പറയുന്നത് പൊതുവിശ്വാസം, പൊതുജനങ്ങളിലെ ഈ ഒരു സ്ഥാപനത്തോടുള്ള വിശ്വാസം അക്രഡിറ്റേഷൻ കിട്ടുന്നത് വഴി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് അവിടെയുള്ള ജീവനക്കാർക്ക് സുരക്ഷിതവും കാര്യക്ഷമമായിട്ടുള്ള ഒരു തൊഴിലന്തരീക്ഷം പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് അക്രഡിറ്റേഷൻ ക്രെഡിറ്റ് കിട്ടിയ ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള റെപ്യൂട്ടേഷനും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നല്ല ആളുകളുമായിട്ട് ചർച്ചകൾ നടത്താനും അവർക്ക് കരാറുകളിൽ ഏർപ്പെടാനും സാധിക്കും. ലിസൺ ടു പേഷ്യന്റ്, അവിടെ വരുന്ന പേഷ്യൻസും ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ എന്ത് ചെയ്യാം? അവർക്ക് നല്ല രീതിയിലുള്ള ശ്രദ്ധ കിട്ടുന്നുണ്ട്, അവരുടെ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ മാനിക്കപ്പെടുന്നുണ്ട്. വേണമെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കെയർ പ്രോസസ്സിൽ അല്ലെങ്കിൽ പരിചരണ പ്രക്രിയയിൽ ഇവരെ കൂടി പങ്കാളികളാക്കി നല്ല നല്ല സർവീസുകളും അവർക്ക് ഇതുവഴി ലഭിക്കുന്നുണ്ട്, അല്ലെ? നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? പഠന വിധേയമാക്കുന്നതിനായിട്ട് നല്ലൊരു തുറന്ന സംസ്കാരം സൃഷ്ടിക്കുക. നമ്മുടെ ഓപ്പൺ ഹൗസുകൾ പോലെയുള്ള കാര്യങ്ങള് ഇങ്ങനെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടുത്തെ സ്റ്റാൻഡേർഡ്സ്, നിലവാരങ്ങൾ എങ്ങനെയാണ്, പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കണ്ടു പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തുറന്ന അവസരങ്ങള് എന്ത് ചെയ്യുന്നത്? ഈ തുറന്നൊരു കൾച്ചറൽ അവസരങ്ങള് നൽകാനായിട്ട് ഈ അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് അക്രഡിറ്റേഷൻ കൊടുത്തു എന്നുകൊണ്ട് നമുക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു കൊളാബറേറ്റീവ് ലീഡർഷിപ്പ്, സഹകരണ നേതൃത്വവും അതുപോലെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു നേതൃത്വവും നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആണോ? ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ടു JCA. ഇനി നമ്മൾ 2 ഓർഗനൈസേഷൻസ് ആണ് നമ്മൾ പറഞ്ഞു, അല്ലെ? JCA ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്, അത് കഴിഞ്ഞാണ് നമ്മൾ NAB നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ JCA എന്ന് പറയുന്നത് എന്താണ്? JCAയുടെ എക്സ്പാൻഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച്, ഇതിൽ മിസ് പറയുന്ന ഭാഗങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ പറയുന്ന ഭാഗങ്ങളില് കുറച്ച് ഇമ്പോർട്ടന്റ് പറയുന്ന ഭാഗങ്ങളുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. JCAയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. ജോയിന്റ് Commission International, JCI. Okay, Joint Commission International was established in the late 1990s to observe hospitals outside the United States. United Statesന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ നിരീക്ഷിക്കാൻ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘടനയാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്, JCI. ഇതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. JCI, which is also not for profit, ഇതൊരു ലാഭേച്ഛയില്ലാത്ത and presently accredited facilities in Asia, Europe, the Middle East and South America. ഇതൊരു ലാഭേച്ഛയില്ലാത്തൊരു സ്ഥാപനമാണ്. അതുപോലെ നിലവില് അത് അക്രഡിറ്റേഷൻ സൗകര്യങ്ങൾ കൊടുക്കുന്നത് ഏതൊക്കെ ഏരിയകളിലാണ്? ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് അമേരിക്ക മുതലായ ഇടങ്ങളിൽ നിലവിൽ അവർ അക്രഡിറ്റേഷൻ സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. An account of JCA accredited hospitals worldwide, രാജ്യമെമ്പാടും അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, JCA അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ എണ്ണമാണ് ഇവിടെ പറയുന്നത്. As listed on the JCI website till 2015. 2015 JCAയുടെ വെബ്സൈറ്റില് പബ്ലിഷ് ചെയ്ത പ്രകാരം, ലിസ്റ്റ് ചെയ്ത പ്രകാരമുള്ള കണക്കാണ് ഇവിടെ പറയുന്നത് കേട്ടോ. JCA രാജ്യമെമ്പാടും ലോകമെമ്പാടും എന്താണ് JCA അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഷോസ് 820 hospitals in 47 and above countries. 47 അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ള രാജ്യങ്ങൾ ഉൾപ്പെടെ എത്രയാണ് മൊത്തം എന്ന് പറയുന്ന മൊത്തം ഹോസ്പിറ്റലുകളുടെ എണ്ണം എത്ര എണ്ണത്തിനാണ് JCA അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത്?
20 ഹോസ്പിറ്റൽസ് 820 ഹോസ്പിറ്റലുകൾക്കാണ് രാജ്യമെമ്പാടും 2015 ലിസ്റ്റ് പ്രകാരമാണ് പറയുന്നത്. 2015 ലിസ്റ്റ് പ്രകാരം 47 അതിന് മുകളിലുള്ള രാജ്യങ്ങളിലായിട്ട് 820 ഹോസ്പിറ്റലുകൾക്കാണ് JCA എന്ത് കൊടുത്തിരിക്കുന്നത്? അക്രഡിറ്റേഷനിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. നിലവിൽ ഇന്ത്യയിൽ എത്ര ഹോസ്പിറ്റലുകളുണ്ട്? 21 ഹോസ്പിറ്റലുകളാണ് JCA അക്രഡിറ്റഡ് ആയിട്ടുള്ളത്. ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു 21 എന്ന് പറയുന്ന നമ്പർ നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ 21 ഹോസ്പിറ്റലുകൾക്കാണ് JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഒരു ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ്. അന്താരാഷ്ട്ര ലെവലിലാണ് കേട്ടോ. JCA സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ. ഇറ്റ് ഈസ് എ US ബേസ്ഡ്. ഇതൊരു US ബേസ്ഡ് ആയിട്ടുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡി അല്ലെ. ഇത് ലാഭേച്ഛയില്ലാത്ത അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു സ്ഥാപനമാണ് JCA എന്ന് പറയുന്നത്. Which sets and address standards for the healthcare providers level of performance in key functional areas like the patient rights, patient treatment and infection control. ഇനി എന്താണ് ഈ ഒരു JCA എന്ന് പറയുന്നത്? ഇവർ എന്ത് ചെയ്യും? ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, sets and address standards, ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ മാനദണ്ഡങ്ങള് കൃത്യമായിട്ട് അവര് പാലിക്കണം അല്ലെ. ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ആ സ്ഥാപനം കൃത്യമായിട്ട് ആ മാനദണ്ഡങ്ങൾ പാലിക്കണം. അതിനനുസരിച്ച് അവരുടെ പെർഫോമൻസ് ലെവല്, പ്രകടന നിലവാരം എത്രത്തോളം, അതിനനുസരിച്ച് അവർ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ്സ് കൃത്യമായി പാലിക്കുന്നത്, അവരുടെ ആ ഒരു പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ചാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. നോക്കി, കീ ഫങ്ഷണൽ ഏരിയാസ്, ഏതൊക്കെ പ്രവർത്തന മേഖലയിലാണ് അവരുടെ പ്രകടന നിലവാരം കൂടുതലായി മികച്ചതാക്കിയത് നോക്കി. കീ ഫങ്ഷണൽ ഏരിയാസ് ലൈക് പേഷ്യൻസ് റൈറ്റ്സ്, പേഷ്യൻസിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, രോഗികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഭാഗം. ഇൻഫെക്ഷൻ കൺട്രോള്, രോഗത്തെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട, ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ 3 പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഏരിയാസ് അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളിലെ പ്രകടന നിലവാരത്തിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡുകളാണ് ഇന്ന് JCA നോക്കുന്നത്. ഈ 3 പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകൾ ഈ ഫങ്ഷണൽ ഏരിയാസ് ആണ് പേഷ്യന്റ് റൈറ്റ്സ്, പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ. ഈ 3 പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളിലെയും പ്രകടന നിലവാരം ഓരോ സ്ഥാപനത്തിന്റെയും എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ച് കൃത്യമായി ഇവർ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അവർ ഇതുവഴി പാലിക്കുന്നുണ്ടോ എന്നതിനനുസരിച്ചാണ് അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്നത്. ലാസ്റ്റ് ഒരു പോയിന്റ് നോക്കിയേ. JCA's goal is to improve the quality of healthcare in the international community by giving worldwide accreditation services. ഇനി JCAയുടെ ഗോൾ അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. JCA's goal is to improve the quality of healthcare in the international community. അന്താരാഷ്ട്ര സമൂഹത്തിൽ, ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയില് അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തില് നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് JCAയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്തുക. ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി, അന്താരാഷ്ട്ര സമൂഹത്തില് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്യുന്നുണ്ട്? ബൈ ഗിവിംഗ് വേൾഡ് വൈഡ് അക്രഡിറ്റേഷൻ സർവീസസ്. ഇങ്ങനെ ആ ഒരു ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് രാജ്യമെമ്പാടും എന്ത് ചെയ്യുന്നു? അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകുന്നു. ആ ഒരു ലാസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് മാർക്ക് ചെയ്തിട്ട് കേട്ടോ. ജസ്റ്റ് JCA എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഇതൊരു ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇത് ലേറ്റ് 1990s അവസാനത്തോടുകൂടി അല്ലെ, ആ ഒരു 1990s അവസാനത്തോടുകൂടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ നിരീക്ഷിക്കാൻ വേണ്ടി സ്ഥാപിതമായ ഒരു സംഘടനയാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഈ JCA എന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് സ്ഥാപനമാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ്, ലാഭേച്ഛയില്ലാത്തൊരു സ്ഥാപനമാണ്. അത് നിലവിലെ അക്രഡിറ്റേഷൻ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എവിടെയൊക്കെയുണ്ട്? ഏഷ്യയില്, യൂറോപ്പില്, മിഡിൽ ഈസ്റ്റില്, സൗത്ത് അമേരിക്ക മുതലായ ഇടങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ 2015 ലിസ്റ്റ്
പ്രകാരം JCA അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് രാജ്യമെമ്പാടുമുള്ള കണക്ക് പ്രകാരം മൊത്തത്തിൽ എത്ര ഹോസ്പിറ്റലുകളുണ്ട്? 820 ഹോസ്പിറ്റലുകളാണുള്ളത്. അതില് 21 എണ്ണം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയിലുള്ളതാണ് അല്ലെ. 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. JCA എന്ന് പറയുന്നതിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. അതുപോലെ തന്നെ ഇതൊരു പ്രോഫിറ്റ് നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്, ലാഭേച്ഛയില്ലാത്ത അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് അവരെന്ത് ചെയ്യും? സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് കൊടുക്കും. അതിലുള്ള അവരുടെ പ്രകടന നിലവാരം, ആ ഒരു സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് എന്തിലാണ് ആ ഒരു പ്രകടന നിലവാരം നോക്കുന്നത്? പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളായിട്ടുള്ള പേഷ്യൻസിന്റെ റൈറ്റ്സ്, പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ മുതലായ പ്രവർത്തന മേഖലകളിലെ അവരുടെ പ്രകടന നിലവാരത്തിനനുസരിച്ചാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്? അക്രഡിറ്റേഷൻ നൽകുന്നത്. JCAയുടെ പ്രധാന ഗോൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നല്ല ക്വാളിറ്റി, ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്തുക അല്ലെ. അതുപോലെ ബൈ ഗിവിംഗ് വേൾഡ് വൈഡ് അക്രഡിറ്റേഷൻ സർവീസ്, അതിനുവേണ്ടി അവർ രാജ്യമെമ്പാടും എന്ത് കൊടുക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ സർവീസുകൾ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ് ചോദിക്കുന്നത്? US ബേസ്ഡ് ആണ് ഇത്, US-ലാണ് സ്ഥാപിതമായത്. പക്ഷെ US-ന് പുറത്തുള്ള സ്ഥാപനങ്ങളാണ് കൂടുതൽ ഇവർ എന്ത് ചെയ്യുന്നത്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഔട്ട്സൈഡ് ഹോസ്പിറ്റൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിതമായ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണിത്. എന്റെ ബേസ് എന്ന് പറയുന്നത് US ആണ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ കുറച്ച് ഭാഗം കൂടി ഉണ്ട്, അതിന്റെ കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത് വായിച്ച് മനസ്സിലാക്കി വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്തോട്ടെ. Okay, ma'am. താങ്ക് യു. Thank you, ma'am.